നമസ്കാരം. കേന്ദ്ര സർക്കാർ മനസ്സിലും മരത്തിലും കണ്ടതിലും വലിയ തുകയാണ് റിസർവ് ബാങ്ക് എടുത്ത് ഖജനാവിലേക്ക് ചൊരിഞ്ഞത്. 2,69,000 കോടി രൂപ. രാജ്യത്തെ പ്രതിരോധ ബജറ്റിന് തുല്യമായ തുക. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചോദിക്കുന്നതിലും വലിയ തുകയാണ് റിസർവ് ബാങ്ക് എടുത്തു നൽകുന്നത്. മുമ്പ് ഈ പണം നൽകുന്നതിനെ ചൊല്ലി റിസർവ് ബാങ്കും സർക്കാരും തമ്മിൽ തല്ലാറുണ്ടെങ്കിലും ഇപ്പോൾ സർവം ശാന്തമാണ്. റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനത്ത് ആശ്രിത നിയമനം തുടങ്ങിയതിനു ശേഷമാണ് ഇങ്ങനെ എന്നാണ് ആരോപണം. ചരിത്രം പഠിച്ച ശക്തികാന്ത ദാസും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച സഞ്ജയ് മൽഹോത്രയുമൊക്കെ എന്തിനും വഴങ്ങുന്നവരാണെന്നാണ് അങ്ങാടിപ്പാട്ട്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. സർക്കാരിന് വാരിക്കോരിക്കൊടുക്കുന്ന റിസർവ് ബാങ്ക്. കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആകെ ഡിവിഡന്റ് അല്ലെങ്കിൽ സർപ്ലസ് ആയി കരുതി വെച്ച തുകയുണ്ട്. അത് 2.56 ലക്ഷം കോടി രൂപയായിരുന്നു. റിസർവ് ബാങ്ക് കഴിഞ്ഞ ദിവസം എടുത്തു നൽകിയത് 2.69 ലക്ഷം കോടി രൂപയും. ഇത് റിസർവ് ബാങ്കിന്റെ മാത്രം തുകയാണ്. ഇനി പൊതുമേഖലാ ബാങ്കുകൾ ഓരോന്നായി നൽകാനുണ്ട്. അതുകൂടി ലഭിക്കുന്നതോടെ ബജറ്റിൽ പറഞ്ഞിരുന്നതിന്റെ ഇരട്ടിക്കെടുത്ത തുകയാണ് സർക്കാരിന്റെ ഖജനാവിൽ എത്തുക. മുമ്പൊക്കെ 2 ലക്ഷം കോടി രൂപ ബജറ്റിൽ എഴുതിയാൽ റിസർവ് ബാങ്ക് എടുത്തു നൽകുന്നത് 1 ലക്ഷം കോടി രൂപയൊക്കെയാകും. ആ തുക പോലും ലഭിക്കാൻ വലിയ ചർച്ചകളും ദീർഘമായ കത്തെഴുത്ത് യുദ്ധവും ഒക്കെ പതിവാണ്. കഴിഞ്ഞ 2 വർഷവും അതുണ്ടായില്ല. പോയ വർഷം റിസർവ് ബാങ്ക് 2.11 ലക്ഷം കോടി രൂപ എടുത്തു നൽകിയിരുന്നു. സർക്കാരുകൾക്ക് നയവും പരിപാടികളും ഉണ്ടാകുമെങ്കിലും ഇതുവരെ റിസർവ് ബാങ്ക് സാമ്പത്തിക ചട്ടക്കൂടിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമായിരുന്നു. ഏത് സർക്കാർ ഭരിച്ചാലും ധനവിനിയോഗത്തിന് കൃത്യമായ ചിട്ടകളും ചട്ടങ്ങളുമുണ്ട്. 2ാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് തന്നെ ആ സംവിധാനത്തിൽ അയവുണ്ടായി. ഇപ്പോൾ പൂർണ്ണമായും സർക്കാർ തീരുമാനിക്കുന്നത് നടപ്പാവുകയാണോ റിസർവ് ബാങ്കിൽ? ഇന്ത്യയുടെ റിസർവ് ബാങ്കിനെ വെറും ധനകാര്യ സ്ഥാപനം എന്ന നിലയിലല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ധനകാര്യ സ്ഥാപനമാണെങ്കിലും വരവും ചെലവും കണക്കാക്കി ലാഭം സർക്കാരിന് ഡിവിഡന്റായി നൽകാം. റിസർവ് ബാങ്ക് വിലപ്പെരുപ്പം നിയന്ത്രിക്കുകയും രാജ്യത്തെ അറ്റാദായം നിരീക്ഷിക്കുകയും ആവശ്യത്തിന് കറൻസി അച്ചടിക്കുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനമാണ്. നോട്ട് അച്ചടിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് എത്ര ലക്ഷം കോടിയും അച്ചടിച്ച് സർക്കാരിന് നൽകാം എന്ന് അർത്ഥമില്ല. വിപണിയിൽ കറൻസി എത്തിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയും. ഇപ്പോൾ തന്നെ ഡോളറിന് 85 രൂപയുടെ പരിസരത്താണ്. ഇനിയും ഇടിഞ്ഞാൽ വിദേശത്തൊന്നും ഒരു വിലയുമില്ലാത്ത രാജ്യമായി ഇന്ത്യ മാറും. റിസർവ് ബാങ്കിന് ലാഭം കിട്ടുന്ന ചില വഴികളുണ്ട്. ഉദാഹരണത്തിന് 100 രൂപയുടെ ഒരു നോട്ട് അച്ചടിക്കുന്നു എന്ന് കരുതുക. മറ്റു ബാങ്കുകളിൽ 100 രൂപ നൽകിയാണ് ഇത് റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങുന്നത്. യഥാർത്ഥത്തിൽ റിസർവ് ബാങ്കിന്റെ ചെലവ് 40 രൂപയിൽ താഴെയാകും. ശേഷിക്കുന്ന തുക ലാഭമായി അക്കൗണ്ടിൽ കിടക്കും. ഇതുകൂടാതെ പൊതുമേഖലാ ബാങ്കുകൾക്കും സർക്കാരിനും നൽകുന്ന വായ്പയുടെ പലിശയുമുണ്ട്. പിന്നെ മറ്റു രാജ്യങ്ങളുടെ കടപ്പത്രങ്ങൾ വാങ്ങിയുണ്ടാക്കുന്ന ലാഭമുണ്ട്. ഇതെല്ലാം ചേരുന്ന തുകയാണ് റിസർവ് ബാങ്കിന്റെ വരുമാനം. ദൈനംദിന ചെലവ് കഴിഞ്ഞ് ശേഷിക്കുന്ന തുക വിപണി ഇടപെടലിന് വിനിയോഗിക്കുക എന്നതാണ് നടപ്പുരീതി. ചിലപ്പോൾ കടപ്പത്രങ്ങൾ വാങ്ങേണ്ടി വരും, മറ്റു ചിലപ്പോൾ കൂടുതൽ വായ്പ നൽകേണ്ടി വരും. ഇതൊന്നുമല്ലെങ്കിൽ വിപണിയിൽ മറ്റു മാർഗങ്ങളിൽ ഇടപെടേണ്ടി വരും. ഇതിനൊക്കെയുള്ള തുകയായി ഈ നീക്കിയിരിപ്പ് ഉപയോഗിക്കുകയാണ് പതിവ്. അതിനു പകരം സർക്കാരിന് ലാഭമായി നൽകുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വിപണി ഇടപെടലിനുള്ള സ്വാതന്ത്ര്യം ഇതോടെ നഷ്ടപ്പെടും എന്നാണ് വിമർശനം. റിസർവ് ബാങ്കിന്റെ നിയമം അനുസരിച്ച് കിട്ടാക്കടങ്ങൾ എഴുതിത്തള്ളാനുള്ള ചെലവ് കണക്കാക്കി ദൈനംദിന പ്രവർത്തനത്തിന് തുക നീക്കിവച്ച ശേഷം സർക്കാരിന് സർപ്ലസ് അഥവാ നീക്കി ബാക്കി നൽകാം. ഇതിനുശേഷം വലിയ കരുതൽ തുകയും റിസർവ് ബാങ്കിനുണ്ടായിരിക്കണം. ഇപ്പോഴത്തെ നീക്കി ബാക്കി നൽകൽ ഈ കീഴ്വഴക്കത്തിന് വിരുദ്ധമാണെന്നാണ് ധനകാര്യ വിദഗ്ധർ ആരോപിക്കുന്നത്. മുൻ ഫിനാൻസ് സെക്രട്ടറി സുഭാഷ് ചന്ദ്ര ഗാർഗിന്റെ വി ഓൾസോ മേക്ക് പോളിസി എന്ന പുസ്തകമുണ്ട്. അതിൽ പഴയ റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഒരു സംഭാഷണമുണ്ട്. നിങ്ങൾ പണത്തിന് മുകളിൽ ഇരിക്കുന്ന സർപ്പമാണെന്ന് ഊർജിത് പട്ടേലിനെ മോദി വിശേഷിപ്പിച്ചു എന്നാണ് ആ പുസ്തകം പറയുന്നത്. ചോദിച്ച പണം നൽകാൻ ഊർജിത് പട്ടേൽ വിസമ്മതിച്ചതായിരുന്നു കാരണം. അതിനു പിന്നാലെയാണ് പട്ടേൽ രാജിവെച്ചു പോയതും ശക്തികാന്ത ദാസിനെ ഗവർണറായി നിയമിച്ചതും. പൊതുപണം കൈകാര്യം ചെയ്യുന്നത് സർക്കാർ പറയുന്നത് പോലെ ആകരുത് എന്നായിരുന്നു റിസർവ് ബാങ്കിലെ കീഴ്വഴക്കം. ധനസ്ഥിതി നോക്കി അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു. അതുകൊണ്ടാണ് ഗവർണർ പദവിയിൽ ധനകാര്യ വിദഗ്ധരെ തന്നെ നിയമിക്കാറുള്ളത്. ഇപ്പോൾ വിപണിയിൽ പ്രചാരത്തിലുള്ള നോട്ടുകളുടെ എണ്ണം നോക്കുക.
ഈ മെയ് 16 കണക്കനുസരിച്ച് 38,05,608 കോടി രൂപയുടെ കറൻസിയാണ് വിപണിയിൽ ഉള്ളത്. 2016 നോട്ട് അസാധുവാക്കുമ്പോൾ വിപണിയിൽ ഉണ്ടായിരുന്നത് 16 ലക്ഷം കോടി രൂപയുടേത് മാത്രവും. 8.25 വർഷം കൊണ്ട് 22 ലക്ഷം കോടി രൂപയുടെ കറൻസിയാണ് അധികമായി വിപണിയിൽ എത്തിച്ചത്. നോട്ട് അസാധുവാക്കിയത് ഡിജിറ്റൽ വിപണനം കൂട്ടാനാണ് എന്ന വാദം തന്നെ തീർത്തും അസംബന്ധമാണെന്നാണ് ഈ കണക്ക് കാണിക്കുന്നത്. ഈ നോട്ട് അച്ചടിച്ച് വിപണിയിൽ ഇറക്കുന്നതിന്റെ അളവ് പോകുന്ന വഴി നോക്കുക. ഈ മാർച്ച് 28-ന്, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അവസാന പ്രവൃത്തി ദിവസം വിപണിയിൽ ഉണ്ടായിരുന്നത് 36,83,836 കോടി രൂപയുടെ കറൻസി മാത്രമാണ്. 2 മാസം കൊണ്ട് 1.25 ലക്ഷം കോടി രൂപയുടെ കറൻസിയാണ് കൂടുതലായി അച്ചടിച്ച് പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെന്നല്ല, ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രത്തിലും പ്രചാരത്തിലുള്ള കറൻസി ഇങ്ങനെ ക്രമം തെറ്റി വർദ്ധിച്ചിട്ടില്ല. ഇതിന്റെയൊക്കെ ഗണിതം സാധാരണ പൗരന് മനസ്സിലാകുന്ന വിധം വിശദീകരിക്കാനുള്ള ബാധ്യത കൂടി റിസർവ് ബാങ്ക് ഗവർണർ ഏറ്റെടുക്കേണ്ടതാണ്. സ്പോട്ട്ലൈറ്റിനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.